ഹായ് മക്കളെ, എല്ലാവർക്കും മാസ്റ്റർ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് പരീക്ഷകൾ ഇങ്ങ് അടുക്കാറായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പതിയെ പതിയെ പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പൊ ഒരുപാട് കൂട്ടുകാരായിട്ട് ചോദിക്കുന്നു ടീച്ചറെ പരീക്ഷയുടെ വീഡിയോകളൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓരോ പാഠഭാഗത്തിൽ നിന്നും മക്കള് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മാത്സിൽ ആദ്യത്തെ പാഠഭാഗം അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഏതാണ്? രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളാണ് അല്ലേ. നമുക്ക് എല്ലാ പ്രാവശ്യവും രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ആ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മക്കൾ ബോർഡിലേക്ക് നോക്കിക്കേ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാടായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് അല്ലെ. നോക്കിക്കേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ചിത്രം നോക്കിക്കേ, ആ ചിത്രത്തിൽ ഏതൊക്കെ രൂപങ്ങളുണ്ട്? നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ രൂപങ്ങളുണ്ട് അല്ലെ. ചതുരമുണ്ട്, വൃത്തമുണ്ട്, അതുപോലെ തന്നെ ത്രികോണമുണ്ട്. ഓരോ രൂപങ്ങളും എങ്ങനെയാ വരയ്ക്കേണ്ടതും അവയുടെ പേരുകളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ. വൃത്തം എങ്ങനെയാണ്? ഇതാണ് വൃത്തം അല്ലെ. ത്രികോണം എങ്ങനെയാണ്? ഇതാണ് ത്രികോണം. ഇതാണ് ഏത്? ചതുരം അല്ലെ. അപ്പൊ ഈ മൂന്ന് രൂപങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അവയുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പാഠഭാഗത്ത് നിന്ന് വരുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്. ഈ ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലുള്ള ഓരോ രൂപങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതം എന്നുള്ളത് കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. നോക്കിക്കാം മക്കളെ, ആദ്യം നമുക്ക് വൃത്തം എത്രയുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. എത്രയുണ്ട്? ഇവിടെ 1 2 3 അല്ലെ. എത്ര എണ്ണം ഉണ്ട്? വേറെ ഉണ്ടോ? വേറെ ഇല്ല, 3 വൃത്തമേ ഉള്ളൂ. അടുത്തത് ഏതാണ്? ത്രികോണം. ത്രികോണം എത്ര എണ്ണാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എത്രയാണ്? ഇവിടെ ഒരു ത്രികോണം ഒന്നെന്ന് എഴുതാനായിട്ട് പോകും. പക്ഷെ നന്നായിട്ട് നോക്കുക, ഇവിടെയും കുറെ ത്രികോണങ്ങൾ ഉണ്ട് അല്ലെ. 1 2 3 4 5 6 ഇതടക്കം 7 ത്രികോണങ്ങളാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നന്നായിട്ട് എണ്ണ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ചെറിയ 1-2 മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് എണ്ണി നോക്കുക കേട്ടോ. പിന്നെ ചതുരം എത്രയുണ്ട്? ഇവിടെ 1 2 3 4 ചതുരായില്ലേ. കഴിഞ്ഞോ? ഇല്ല. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 7 ഉണ്ട് അല്ലെ. 7 ചതുരം ഉണ്ട്. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. 7 ചതുരമാണ് ഉള്ളത്. അപ്പൊ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യും? ഒരു ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതില് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതം എന്നുള്ളത് മക്കള് എണ്ണി ഇതേ രീതിയിൽ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ചിലപ്പോൾ അതിന് നിറം നൽകാനായിട്ടും പറയുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതിന് യോജിച്ച രീതിയിലുള്ള നിറങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തിയാക്കാനാണ് അല്ലെ. പാറ്റേൺ പൂർത്തിയാക്കാനായിട്ട് വരും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതേ രീതിയിൽ ടീച്ചർ ഇവിടെ കുറച്ച് മോഡൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ പാറ്റേൺ ഒരു ചതുരമുണ്ട്, അതിൻ്റെ അകത്ത് മറ്റൊരു ചതുരം കൂടി ഉണ്ട് അല്ലെ. ഇവിടെ അടുത്ത് നോക്കിക്കേ, ഒരു ചതുരമുണ്ട്, അതിൻ്റെ അകത്ത് 2 ചതുരങ്ങളാണുള്ളത്. അടുത്ത് നോക്കിക്കേ, ഒരു ചതുരത്തിനകത്ത് 3 ചതുരങ്ങളാണുള്ളത്. സ്വാഭാവികമായിട്ടും അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും? ഒരു ചതുരം ഉണ്ടായിരിക്കും. ആ ചതുരത്തിനകത്ത് എത്ര മറ്റു ചെറിയ ചതുരങ്ങൾ ഉണ്ടായിരിക്കും? 4 എണ്ണം ഉണ്ടായിരിക്കും അല്ലെ. 3 4 ചതുരങ്ങൾ ഉണ്ട്. അപ്പൊ ഇതേ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ തുടർന്ന് പോവുക. അടുത്തതാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഒരു വലിയ ചതുരത്തിനകത്ത് 5 ചെറിയ ചതുരങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത നോക്കിയേ മക്കളെ, നമുക്ക് ചതുരവും അതുപോലെ തന്നെ വൃത്തവും വരുന്ന ഒരു പാറ്റേൺ ആണ് അല്ലെ. ഈ ഒരു ചതുരത്തിന് ഈ ഒരു മൂലയിലാണ് വൃത്തം ഉള്ളത്. രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ, ആ വൃത്തം എവിടെ എത്തി? ഈ ഒരു മൂലയിലോട്ടായിട്ട് മാറിയില്ലേ. അടുത്തതോ ഇവിടേക്ക് എത്തി. ഇനി അടുത്ത പാറ്റേണിൽ എവിടെയായിരിക്കും? ഇവിടോട്ടായിരിക്കും എത്തുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ മക്കള്? അതേ രീതിയിൽ ഒരു ചതുരം വരയ്ക്കുക. എവിടെ വൃത്തം കൊടുക്കണം? ഈ ഒരു മൂലയിൽ വേണം വൃത്തം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കിക്കേ മക്കളെ, വീണ്ടും ചതുരവുമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആദ്യം എത്ര എണ്ണം ഉണ്ട്? ഒരൊറ്റ ചതുരം മാത്രമേ ഉള്ളൂ അല്ലെ. പിന്നെ അതിന്റെ മുകളിൽ 2 എണ്ണം കൂടി വന്നു. അടുത്തതോ ആദ്യത്തെ ഒന്നുണ്ട്, പിന്നെയുള്ള 2 എണ്ണം ഉണ്ട്, അതിന്റെ മുകളിൽ എന്ത് വന്നു? വീണ്ടും ഒരു 3 എണ്ണം കൂടി വന്നു അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പാറ്റേൺ എങ്ങനെയായിരിക്കും മക്കളെ? ആദ്യത്തെ ഒന്ന് അവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ ആ ഒന്നിന്റെ മുകളിലുള്ള 2 എണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ മേലെ ഒന്നുകൂടി വന്നതാണ് അല്ലെ. 3 എണ്ണം, താഴെ 2 എണ്ണം, പിന്നെ 1. ഇനി അടുത്ത പാറ്റേൺ എങ്ങനെയായിരിക്കും? മുകളിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 4 എണ്ണം ഉണ്ടായിരിക്കും അല്ലെ. അതിന് താഴെ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 3 എണ്ണം ഉണ്ടായിരിക്കും. അതിന് താഴെ 2 എണ്ണം ഉണ്ടായിരിക്കും. അതിന് താഴെ 1 ഉണ്ടായിരിക്കും. അപ്പൊ ഇതേ രീതിയിലായിരിക്കും ആ ഒരു പാറ്റേൺ പോകുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ പാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തി ഇതേ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാറ്റേൺസ് ഒക്കെ ഒന്ന് നോക്കി പോവാം കേട്ടോ. ഇതുപോലെ രൂപങ്ങൾ തന്നുകൊണ്ടുള്ള പാറ്റേൺ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ചോദിക്കും. പിന്നെ നമുക്ക് ആ ഒരു പാഠഭാഗത്ത് നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ മക്കളടുത്ത് സ്വയം ഇതേപോലെ ഈ 3 രൂപങ്ങൾ, വൃത്തം, ത്രികോണം, ചതുരം, ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പറയുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രവർത്തനത്തിൽ എഴുതിയ പോലെ തന്നെ അവയുടെ എണ്ണൊക്കെ എടുത്ത് എഴുതാനായിട്ടും പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഈ രൂപങ്ങൾ ഉപയോഗിച്ച്, ഈ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനും മക്കളൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇതിപ്പോ ഏതാണ് രൂപം, ഏതാണ്, വൃത്താണ്. അപ്പൊ ആ ഒരു വൃത്താകൃതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ. നമ്മുടെ ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഉദാഹരണങ്ങൾ മക്കളൊന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. വൃത്തത്തിലുള്ള എന്തൊക്കെ സാധനങ്ങൾ മക്കൾക്ക് അറിയാം? വട അറിയാം അല്ലെ. പിന്നെയോ പത്തിരി, പപ്പടം, പ്ലേറ്റ്, ഇതൊക്കെ ഏത് ആകൃതിയിലാണ്? വൃത്താകൃതിയിലുള്ളതാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു രൂപമാണ് ഇത്, ത്രികോണം എന്ന് പറയുന്നത്. ത്രികോണത്തിൽ എന്തൊക്കെ സാധനങ്ങൾ മക്കൾക്ക് അറിയാം? നമ്മുടെ തോരണം ഏതാകൃതിയിലാണ്? ത്രികോണത്തിലാണുള്ളത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സമൂസ, അതൊക്കെ ഏതാണ്? ത്രികോണാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓലപ്പടക്കം അല്ലെ, ഓലപ്പടക്കം കണ്ടിട്ടില്ലേ, അത് ഏതാകൃതിയിലാണ്? ത്രികോണാകൃതിയിലുള്ളതാണ് അല്ലെ. അപ്പൊ അതൊന്ന് മക്കള് പഠിക്കാം. പിന്നെ ചതുരം, ചതുരത്തിൽ ഒരുപാടുണ്ട് അല്ലെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പുസ്തകം, അതുപോലെ തന്നെ ഫോണ്, നമ്മുടെ ഡെസ്ക്, ബോർഡ്, ഇതേ രീതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ. അപ്പം ഓരോ രൂപത്തിലുള്ള സാധനങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് മക്കൾ പഠിച്ചിട്ട് പോവാ, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പാഠാണ്, അതുകൊണ്ട് തന്നെ മക്കൾ അത് ശ്രദ്ധിക്കാതെ പോകരുത്. ഇങ്ങനെ എണ്ണി എഴുതുമ്പോൾ ഒക്കെ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് പാറ്റേൺ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തരാം. അപ്പൊ അതൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും മക്കൾ ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. ഇനി നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ കൂട്ടുകാരുടെ മറ്റു വിഷയങ്ങളിലെയും അതുപോലെ തന്നെ മറ്റു പാഠഭാഗങ്ങളുടെയൊക്കെ വീഡിയോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.